ഹായ് ഫ്രണ്ട്സ്, ജാനി നേനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധ്യ തിരുവിതാംകൂറിലെ പൗരാണികമായ തട്ടേൽ പേച്ച്, കുരപ്പേൻ തുള്ളൽ, കാലമുടി തുള്ളൽ എന്നീ പരമ്പരാഗതമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഓച്ചിറ പ്രയാർ വടക്ക് കളിക്കശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ തട്ടേൽ പേച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ട് പല ചടങ്ങുകൾ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലുണ്ട്. അതേപോലെ ദാരിക നിഗ്രഹ കഥ പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന നിരവധി അനുഷ്ഠാന കലകൾ പ്രചാരത്തിലുണ്ട്. കുത്തിയോട്ടം, മുടിയാട്ടം, പരനേറ്റ്, കളമെഴുത്തുപാട്ട്, പടയണി തുടങ്ങിയ ആഘോഷങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഇതിവൃത്തങ്ങൾ കാണാം. യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. കുറുപ്പ് മാരാർ സമുദായത്തിൽപ്പെട്ടവരാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. ഭദ്രകാളി പൂജാതയായത് ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നാണ് എന്നാണ് ഐതിഹ്യം. ദാരികൻ മഹാക്രൂരനും ശക്തനുമായ ഒരു അസുരനായിരുന്നു. ഒരുപാട് കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിശിഷ്ടമായ ഒരു വരം നേടി. ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയരുത് എന്നായിരുന്നു വരം. വരം ലഭിച്ച അസുരൻ കൂടുതൽ ക്രൂരനും അഹങ്കാരിയുമായി മാറി. എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമായി മാറി ദാരികൻ. രക്ഷയില്ലാതായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു. പരമേശ്വരൻ തൃക്കണ്ണിൽ നിന്നും പുതിയൊരു ശക്തി സ്വരൂപിണിയെ സൃഷ്ടിച്ചു. ചോരക്കൊതി പൂണ്ട ഭീകരമൂർത്തിയായ ഭദ്രകാളി. അസുരനെ വധിക്കാനായി 18 ആയുധം മഹാദേവനിൽ നിന്ന് വാങ്ങുന്നു. വാഹനമായി ആദി കൈലാസ വേതാളത്തെയും ലഭിച്ചു. വേതാളത്തിൻ്റെ ചുമലേറി ദേവി ദാരികൻ്റെ മാമലയിലേക്ക് നടകൊണ്ടു. കാലകേയിൽ നിന്നും സൂത്രത്തിൽ കാളി മന്ത്രം കൈവശപ്പെടുത്താൻ ദേവിക്ക് കഴിഞ്ഞു. ആദിത്യ ഭഗവാനും ചന്ദ്രഭഗവാനും മഹിഷ ഭഗവാനും വേതാളവും ദാരികൻ്റെ കോട്ടയുടെ 4 ഭാഗത്തും പടനിരത്തി. കാളിയും അസുരനുമായി പൊരിഞ്ഞ യുദ്ധം നടന്നു. 1-ാം മണിമാടം കിഴിഞ്ഞ ദാരികന് ഒരാനയുടെ ബലം കുറഞ്ഞു. ഇങ്ങനെ 7-ാം മണിമാടം കിഴിഞ്ഞ ദാരികൻ്റെ ബലവീര്യമെല്ലാം കുറഞ്ഞുപോയി. കാളി ദാരികൻ്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് ചുഴറ്റി തൃപ്പടിക്കൊരു അടി കൊടുത്തു. 7 ലോകങ്ങളും വിറച്ചു. ദാരികനെ എവിടെ വെച്ച് കൊല്ലണമെന്ന് കാളി ചിന്തിച്ചു. ഒടുവിൽ 8-ാം ദിവസം ത്രിസന്ധി നേരത്ത് വേതാളത്തിൻ്റെ നാവിന്മേൽ വെച്ച് കരം കൊണ്ട് കീറി കാളി ദാരികൻ്റെ രക്തം കുടിച്ചു. പച്ചയിറച്ചി ഭൂതഗണങ്ങൾക്ക് നൽകി. ദാരികൻ്റെ തല പിതാവിന് കാഴ്ചവെച്ചു. ദാരികവധം കഴിഞ്ഞിട്ടും കാളിയുടെ കലി അടങ്ങിയില്ലത്രേ. പരമേശ്വരൻ കാളിയെ ശാന്തയാക്കി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ ഈ തട്ടേൽപ്പേച്ച് നടക്കുന്നത് വെളുപ്പിന് 1 മണിക്കായിരുന്നു. ആ സമയത്തും ഒരുപാട് ഭക്തർ ഈ തട്ടേൽപ്പേച്ച് കാണാനായിട്ട് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു.
കോപിതയായ ദേവി കയ്യിലുള്ള ശൂലം വലിച്ചെറിയുന്നത് ദാരികനെ വധിച്ചു എന്ന വിശ്വാസത്തിലാണ്. ദേവിയും മുടിയും തേരും എല്ലാം കൂടെ അടുത്തുള്ള തമ്പുരാൻ നടയിലേക്ക് പോവുകയാണ്. അവിടെയാണ് ദേവി ആദ്യമായി വന്നത് എന്നാണ് വിശ്വാസം. അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോഴേക്കും 6 മണിയൊക്കെ ആകും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.